നോക്ക് മക്കളെ നോക്ക്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് ലാക്നറിൻ്റെ ആഡാണെന്ന്. അല്ല ഗൈസ്, വെൽക്കം ടു എസ് സ്റ്റോറീസ്. നമ്മളെ ഇന്നൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നത്. സൺറൈപ്പ് 2 പാക്കറ്റ് പാലെടുത്തു. അതിൽ ഒന്നാമത്തേത് അങ്ങ് ഇതിലേക്ക് ഒഴിച്ചു. അതിനുശേഷം രണ്ടാമത്തെ പാലും അങ്ങ് എടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, കുക്കറിനകത്തേക്ക് അങ്ങ് കമത്തി ഗൈസ്. പിന്നെ ഒരു 500 ml വെള്ളം, ശുദ്ധപാനി ഹേ, അതും അങ്ങ് അതിലേക്ക് കമത്തി. പിന്നെ അത് നേരെ അടുപ്പത്തേക്ക്. ബൂം. എന്താണ് ഗ്യാസ് തീർന്നോ? ഒന്നൂടെ. ബൂം. യെസ്. പിന്നെ നമ്മുടെ താരത്തെ അങ്ങ് എടുത്തു. ഇവനാണ് നമ്മുടെ താരം. ഡബിൾ ഹോസ് പാലട ഇൻസ്റ്റൻറ്റ് പായസം മിക്സ്. അങ്ങനെ അതെടുത്തു. പിന്നെ അതങ്ങ് ചെറുങ്ങനെ ഒന്ന് പൊട്ടിച്ചു. പാക്ക് പൊട്ടിക്കാൻ കുറച്ചൊന്ന് പാടുപെട്ടു കേട്ടോ. പിന്നെ കത്രിക എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ പാക്ക് പൊട്ടിച്ചു. ഒരു പാത്രത്തിലേക്ക് അങ്ങ് മൊത്തം അങ്ങ് വാരി എറിഞ്ഞു ഗൈസ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അധികം പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ്. പിന്നെ നോക്കിയില്ല, അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങ് എടുത്തു. അപ്പോഴേക്കും പാല് ചെറുങ്ങനെ ചൂടായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇൻസ്റ്റൻറ്റ് മിക്സ് ഇതിൻ്റെ അകത്തേക്ക് നമ്മളങ്ങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളങ്ങ് ഇട്ടു. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇട്ടു. പിന്നെ നമ്മൾ ഇളക്കലായിരുന്നു പരിപാടി. ആ ഡ്യൂട്ടി സാന്ദ്ര വീപ്പിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങ് ഇളക്കി. അപ്പോഴാണ് ബാക്കി കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ നമുക്ക് ഓർമ്മ വന്നത്. ആ പാൻ അങ്ങ് എടുത്തു. 2 ടീസ്പൂൺ മിൽമയുടെ നെയ്യ് അങ്ങ് ഒഴിച്ചു. നെയ്യ് ഉരുകിയതും നമ്മൾ നേരത്തെ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങ് ഇതിലേക്ക് അങ്ങ് വാരി വിതറി. അങ്ങനെ ഒരു 2-3 മിനിറ്റ് അത് നമ്മളങ്ങ് ചൂടാക്കി. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറുന്നുണ്ട്. മുന്തിരിയൊക്കെ അത്യാവശ്യം നല്ല വണ്ണം വെച്ച് വലുതായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ വാട്ടിയെടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നേരത്തെ നമ്മൾ കുക്കറിൽ വെച്ച പാലൊക്കെ അങ്ങ് തിളച്ച് വരുന്നുണ്ടായിരുന്നു. അടുത്ത പണി എന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് മധുരം കിട്ടാൻ വേണ്ടി നമ്മൾ മിൽക്ക് മെയ്ഡാണ് നമ്മൾ എടുത്തത്. അത് പൊട്ടിച്ചു. അതിൽ നിന്ന് ഏകദേശം ഒരു 2-3 ടീസ്പൂൺ നമ്മൾ അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ടു കേട്ടോ. പായസത്തിന് കുറച്ചൊരു മധുരം ഉണ്ടെങ്കിലേ നമുക്കൊന്ന് കിക്കാവും ഗൈസ്, അല്ലെങ്കിൽ എന്തോന്ന് പോലെയാണ്. അങ്ങനെ അതങ്ങ് ചേരുന്നു. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ഇടലായിരുന്നു. കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ പരിപാടി. ഇത് അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സന്ദ്ര വിപ്പ് ഇത് ഒറ്റയ്ക്ക് തന്നെ അത് നീറ്റായിട്ട് അങ്ങ് ചെയ്തു. പിന്നെയും ഒന്ന് ഗുളുഗുള എന്ന് പറഞ്ഞ് ഇളക്കി കൊടുത്തു ഗൈസ്. അതങ്ങ് മിക്സ് ആവുന്നില്ല. കുറച്ച് നേരം നമ്മൾ നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുത്തു. ഇപ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആവുന്നുണ്ട്. അത് കുറച്ച് നേരം നമ്മൾ എന്താക്കി, അവിടെ കുക്കറിൽ തന്നെ വെച്ചു. കുറച്ച് ചൂടാറിയതിന് ശേഷം പിന്നെയും നമ്മൾ ടേബിളിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് കുറച്ച് ഒരു 2-3 മിനിറ്റ് വരെ അങ്ങ് ഇളക്കി. അടുത്ത് നമ്മൾ ടേസ്റ്റ് നോക്കലായിരുന്നു. ഫസ്റ്റ് തന്നെ സാന്ദ്ര വിപി ഒരു കപ്പ് അങ്ങ് എടുത്തു. വാവ്, സാന്ദ്ര വിപിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ഞാനും ഒരു കപ്പ് എടുത്തു. എൻ്റെ മോനെ വിഷയം. പിന്നെ കുറച്ച് ഓണറിനും കൊടുത്തു. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി.